വാത്സല്യം സിനിമ കണ്ടത് എന്നാണെന്ന് ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. ഞാൻ 3-ലോ 4-ലോ പഠിക്കുന്ന സമയത്താണ്. 1993 ഇറങ്ങിയ ചിത്രം ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞാണ് ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിലേക്ക് വരുന്നത്, ഞങ്ങളുടെ പ്രീതി തിയേറ്ററിലേക്ക്. അപ്പോൾ സിനിമ കാണാനായിട്ട് ഒരു ഫഷോയ്ക്കാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ പോകുന്നു. അങ്ങനെ അത് ഏകദേശം ഒരു 4-5 വാരം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ ടൈമിലൊക്കെ ഒരു 6-7 വാരമൊക്കെ ഞങ്ങളുടെ ആ തിയേറ്ററിൽ ഈ സിനിമ ഓടും. അപ്പോൾ ഇതിൻ്റെ ശബ്ദരേഖ കേട്ട് ഞാൻ മടുത്തിരുന്നു. എന്തായാലും സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോകുന്നു. നല്ല എക്സ്പീരിയൻസാണ്. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ പോകുന്നു. ഒരു ചെറിയ ചാട്ടൻ മഴയൊക്കെ ഉണ്ട് വൈകിട്ട്. അങ്ങനെ ഓടി കുറേ സ്റ്റെപ്പുണ്ട് തിയേറ്ററിൻ്റെ. ആ സ്റ്റെപ്പൊക്കെ ഓടി കയറി ഭയങ്കര ആവേശമാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെന്നു ടിക്കറ്റ് എടുത്തു. അപ്പോഴും നല്ല തിരക്കുണ്ട്. സിനിമ കാണാനായിട്ട് പോയിരുന്നു. സിനിമ ആരംഭിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സീൻ തന്നെ നമ്മുടെ ആ ഒരു സോങ്ങും കാളവണ്ടിക്കാരൻ കൊച്ചുങ്ങനിഫയുടെ വരവുണ്ട്. അത് ഭയങ്കര രസകരമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് സിനിമയിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. പിന്നെ അങ്ങോട്ട് മേലേടത്ത് രാഘവൻ നായർ നിറഞ്ഞു നിൽക്കുന്ന സിനിമ. അയാളുടെ തറവാട്, അയാൾ ആ തറവാടിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന രീതി, അയാളുടെ ഫാമിലി, അതിനൊപ്പം തന്നെ അനിയനായ വിജയകുമാരൻ നായർ, അവർ തമ്മിലുള്ള ഇടയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ബന്ധത്തിൻ്റെ ആഴം, അതൊക്കെ എത്ര രസകരമായിട്ടാണ് സിനിമ വരച്ച് കാട്ടുന്നത്. അലയും കാറ്റിൻ ഹൃദയം അരയാക്കുമ്പിൽ തേങ്ങി ഓണപ്പുടവ തുമ്പിൽ പാടം കണ്ണീരൊപ്പി. ഈ സിനിമ അവിടെ എത്തുന്ന സമയം മുതൽ ഏറ്റവും കൂടുതൽ ഞാൻ ശബ്ദരേഖയായിട്ടും അല്ലാതെയൊക്കെ കേട്ട ഒരു പാട്ട് തന്നെ. പിന്നെ നമ്മുടെ ശോഭനെ ക്ലൈമാക്സ് സീനിൽ വിജയകുമാരൻ തല്ലുന്ന ഒരു സീൻ. ഇത് വല്ലാത്ത സുഖമാണ് ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നൽകിയത്. കാരണം അവരുടെ കഥാപാത്രം അത്രയ്ക്ക് നമ്മളെ വെറുപ്പിക്കുന്നുണ്ട് ആ ഒരു സിനിമയിൽ. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ ഏറ്റവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആ സിനിമയിലേക്ക് വലിച്ചെടുപ്പിക്കുന്നത് അതിൻ്റെ കാസ്റ്റിംഗാണ്. അവരെ എല്ലാം നന്നായിട്ട് നല്ലയിടത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു. അവർക്കെല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ നൽകിയിരിക്കുന്നു. അവരെ അഴിഞ്ഞാടാൻ വിട്ടുകൊണ്ടാണ് സിനിമ മുന്നേറുന്നത്. അതിൻ്റെ ഒരു സുഖം നമുക്ക് ആ സിനിമയിൽ ഉടനീളം തരുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മമ്മൂക്കയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു മമ്മൂക്കയുടെ നാടൻ കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വല്യേട്ടനായിട്ട് ഒരു വീട്ടിലെ കാരണവരായിട്ട് വരുന്നു, അവിടുത്തെ ഒരു അഭ്യസ്തവിദ്യനായ എന്നാൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിതം ഒഴിഞ്ഞു മാറ്റി വയ്ക്കുന്നത്, അതിനകത്ത് കുറച്ച് ഇമോഷണൽ സാധനങ്ങൾ നല്ല രീതിയിലുള്ള അങ്ങനത്തെ കഥാപാത്രങ്ങളെ മമ്മൂക്ക ചെയ്യുന്ന പോലെ എനിക്കൊന്ന് ഇന്ത്യൻ സിനിമയിലാരും ചെയ്തില്ല. അത്ര ഗംഭീരമായിട്ട് അത് ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നു. അത് തന്നെയാണ് ഈ വാത്സല്യത്തിലെ മേലേടത്ത് രാഘവൻ നായർ നമുക്ക് സമ്മാനിക്കുന്നത്. ആ മേലേടത്ത് രാഘവൻ നായരുടെ വേദനകളുണ്ട്. കുടുംബത്തെ പൊതിഞ്ഞു പിടിക്കുന്ന, അവിടെ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാവുന്നത്, പിന്നീട് അയാളെ എല്ലാവരും അവഗണിക്കുന്ന സാഹചര്യത്തെ അയാൾക്കുണ്ടാകുന്ന വേദന. അപ്പോൾ സ്വന്തം ഭാര്യയോട് പോലും അയാളത് പുറത്ത് പ്രകടിപ്പിക്കരുത്. ആ ഒരു സീനുണ്ട്. അദ്ദേഹം ആ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഊണുമേശയിൽ വന്നിരിക്കുമ്പോൾ അവിടെ വന്നിരുന്നിട്ട് ആ വിയർപ്പൊക്കെ ഇങ്ങനെ തുടച്ചിട്ട് എത്ര റിയലിസ്റ്റിക് ആയിട്ട് എത്ര നാച്ചുറലായിട്ടാണ് നമുക്കത് ചെയ്തു വയ്ക്കുന്നത്. അവിടെ ശോഭയ്ക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അവിടെ ഓക്കാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നത്. അന്നേരം ഈ രാഘവൻ നായർക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഒരു കുഞ്ഞിക്കാല് വീട്ടിലേക്ക് വരാൻ പോകുന്നു, അത് അയാളുടെ മുഖത്ത് ആ സാധനം വരുന്നു. പിന്നീട് അത് അയാളുടെ ആ വിയർപ്പിൻ്റെ നാറ്റമാണ് അവരെ അവിടെ നിന്ന് അകറ്റിയതെന്നുള്ള ആ ഒരു വേദനയുണ്ട്. അത് നമ്മളിലേക്ക് തരുന്ന ഒരു വേദനയുണ്ട്. അത് ആ സംഗതി എത്ര പെർഫെക്റ്റ് ആയിട്ടാണെന്നാണ് ആ സിനിമയ്ക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ സ്വന്തം കുട്ടികളെയുമായിട്ട് ഒരു കൊത്തമേട് കൊത്തിക്കളയ്ക്കുന്ന രാഘവൻ നായർ, അമേസിങ്. എനിക്കൊന്ന് കൊച്ചിങ്ങനിഫ പോലൊരു സംവിധായകൻ, കൊച്ചിങ്ങനിഫയെ നമ്മൾ ആക്ടറായിട്ട് കാണുന്നു. ഇപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം പിന്നീട് നല്ല സിനിമകളൊന്നും ചെയ്തതേ ഇല്ല എന്ന്. അദ്ദേഹം അത്രയും നല്ലൊരു സിനിമ മലയാളിക്ക് സമ്മാനിക്കും. ഒരു പിഴവും നമുക്ക് ആ സിനിമയിൽ ഇപ്പോഴും കാണുമ്പോൾ പറയാനില്ല. അത്ര ഭംഗിയിൽ ഒരു ഫാമിലി സബ്ജക്റ്റ് എടുത്ത് ഭംഗിയിൽ മേക്ക് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വന്ന സിനിമ തന്നെയാണ് വാത്സല്യം. എന്തായാലും ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞിരുന്നു. തിയേറ്ററിലിരുന്നു അറിയാതെ എവിടെയൊക്കെയോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതിപ്പോഴും ഞാൻ ആ സിനിമ കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയും. അത്രയും ആഴത്തിൽ, അത്രയും ഡീപ്പായി നമ്മളെ സ്പർശിക്കുന്ന ഒരു സിനിമ തന്നെയാണ് വാത്സല്യം. മികച്ച ഒരു കലാസൃഷ്ടി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്നു. അതിനപ്പുറത്തേക്ക് മമ്മൂക്കയുടെ എല്ലാ അഭിനയ മാനരസങ്ങളും നമുക്ക് സമ്മാനിച്ച ഒരു സിനിമ, അതിഗംഭീര സിനിമ, അതാണ് സാക്ഷാൽ വാത്സല്യം.